ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു മേക്കിങ്ങിൻ്റെ മേക്കിങ്ങിൻ്റെയും. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സ്ലൈഡും കൂടി ചെയ്തിരുന്നു. അത് കാണിക്കാനുള്ളത് വിഷയമില്ല, കാരണം വീഡിയോ അങ്ങനെ ലോങ് ആയി പോവും. പിന്നെ ഓൾറെഡി ഒരു ക്ലിപ്പ് ഞാൻ ചെയ്തിരുന്നത് അത് സെറ്റായി വന്നപ്പോൾ ഞാനത് മൂന്നും കൂടി പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഇനിയപ്പോൾ നമുക്ക് ഓൾറെഡി ഞാനിത് കാണിച്ചു, ഇത് ഒട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഒട്ടിയിട്ടില്ല, നേരം പിടിക്കും. ഈ പേപ്പർ പൂ പോലത്തെ പോവാം, അപ്പോൾ അധികം നേരം പിടിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്ത ക്ലിപ്പ് സെറ്റായിട്ട് ഒട്ടി നല്ല ഭംഗിയായിട്ട് വന്ന് നല്ല ബ്യൂട്ടിഫുൾ ക്ലിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2 ഫ്ലവർ ഓൾറെഡി ബാലൻസ് വന്നിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ. കണ്ടോ, ഓൾറെഡി 2 ബാലൻസ് വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനൊരു പാക്കറ്റ് സ്ലൈഡ് വരുന്നുണ്ട്, അപ്പം അതിലേക്ക് ഒട്ടിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ബ്യൂട്ടിഫുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ചെയ്ത് നോക്കാം. നല്ല രസമല്ലേ, എനിക്കിഷ്ടമായി. ഈ 2 ഫ്ലവർ അല്ലേ ഉള്ളൂ, നമുക്കത് ഈ ക്ലിപ്പ് മുട്ടിച്ച് ഈ സ്ലൈഡ് മുട്ടിച്ച് സെറ്റാക്കി എടുക്കാം. ഈ പശ ഞാൻ നല്ല പറഞ്ഞിരുന്നു, ഡീറ്റെയിലൊക്കെ പറഞ്ഞിരുന്നു. ഇനി രണ്ടാമത് ഞാൻ പറയണ്ടല്ലോ. നമുക്കിതൊന്ന് തേച്ച് ആണോ നല്ല രസമുണ്ടല്ലേ. കടുത്തതിന് തേച്ചൊട്ടിക്കാം. കണ്ടോ, നല്ല ഭംഗി സ്ലൈഡ് കാണാൻ. അപ്പോൾ ഇതൊരു സെറ്റ് കഴിഞ്ഞു. ഞാനത് പാക്ക് ചെയ്തിട്ടില്ല, തൊട്ടിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ വരുന്നത് ഇങ്ങനത്തെ ക്ലിപ്പ് സെറ്റുകളും വരുന്നുണ്ട്. ഞാൻ ഇത് ഓൾറെഡി ഒട്ടിച്ചത് നോക്കിയിട്ടില്ല. നമുക്കിതൊന്ന് ഒട്ടിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ആണോ, ഇങ്ങനത്തെ കുത്തി ഇട്ടേക്ക് വയ്ക്കാം, നല്ല ഭംഗിയില്ലേ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ടല്ലേ, കല്ലും കൂടി ഇതൊന്ന് വന്നപ്പോൾ. അപ്പോൾ ഇതൊന്ന് ഒട്ടട്ടെ. അധികം പണിത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ കിടക്കും, കാരണം ഈ പശ ഒട്ടണേയും കുറച്ച് നേരം പിടിക്കും എന്നൊരിതുണ്ട്, അതുകൊണ്ടാണ്. നല്ല രസമുണ്ടല്ലേ. നമ്മൾ ഇന്നലെ ചെയ്ത ക്ലിപ്പിൻ്റെ പൂക്കളാണ്, ബാലൻസ് വന്ന പൂക്കളും മുത്തുകളാണ്. കണ്ടോ, നല്ലൊരു ക്ലിപ്പ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ചെയ്ത് സെറ്റാക്കി വെച്ചെന്ന് പറഞ്ഞായിരുന്നു. ഇതിനുള്ളിലുണ്ട്. അപ്പോൾ അതിൽ ബാലൻസ് വന്ന പൂക്കളും മുത്തുകൾ, ഗോൾഡൻ കളർ ബീഡ്സ് ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, അതേ സെയിം സാധനം ഇതിലുണ്ട് കേട്ടോ. അത് ബാലൻസ് വന്ന സാധനങ്ങളാണ്. ഇത് വെച്ച് നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും, ബട്ട് നിലവിൽ
ക്ലിപ്പ് തന്നിരിക്കുന്ന എല്ലാ ക്ലിപ്പിലും ഓരോ സാധനങ്ങളുണ്ട് ചെയ്യാനായിട്ട്. നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ റായയുടെ ഒരെണ്ണം മേക്ക് ചെയ്തെടുക്കാം. എന്നാൽ നമ്മൾ ചെയ്തത് ലേസ് പോലത്തെ തുണിയിലൊക്കെ കൊടുക്കുന്ന ലേസ് കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഫ്ലവറിൻ്റെ ലേസ് വെച്ചാണ് നമ്മൾ ചെയ്തത്. ഇന്നതുമേക്ക് ഞാൻ വിചാരിക്കണം കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേസ് തന്നെ വേറൊരു കളറുണ്ട്, ഡിഫറെൻറ്റ് കളർ ഒരെണ്ണം മുടിയുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് പിടിപ്പിച്ചിട്ട് ഇതിന് നടുക്ക് നമ്മളതിൽ വെച്ചത് വെള്ള ബീഡ്സാണ്, കുഞ്ഞ് വെള്ള ബീഡ്സായിരുന്നു. ഇതുമ്പോൾ നമ്മൾ ഫ്ലവർ പോലത്തെ ബീഡ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും ഒട്ടിച്ച് പിടിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ. അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. റോസ് കളറാണ് കേട്ടോ. പിന്നെ ബാക്കി വരികയാണെങ്കിൽ നമുക്ക് സ്ലൈഡും ഉണ്ടാക്കാം. ഓക്കെ, ഇത്ര വരുള്ളൂ. ബാലൻസ് വന്ന ഫ്ലവറാണ്. നമുക്കിനി ഇത് റായമ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒട്ടണ്ട കേട്ടോ, ഇത് ഒട്ടാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചുകൊണ്ട് ഇതിപ്പോൾ ഒട്ടി കിട്ടിയായിരുന്നു. ഇപ്പോൾ എന്തോ രസമുണ്ടല്ലേ.
രസമുണ്ടല്ലേ. ഇന്ന് കൂട്ടിക്കായിട്ട് ഇതൊന്ന് നോക്കട്ടെ. അപ്പം അത് സെറ്റായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. അപ്പം ബൈ.